നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നതാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് സുജാതയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ആരോഗ്യം എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിൽ പൊതുവെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ പറഞ്ഞ പോലെ ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആരോഗ്യ ദിനമാണ്. എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യദിന ആശംസകൾ നേരുന്നു. ആരോഗ്യം എന്ന് പറഞ്ഞാൽ WHO നിർവചനപ്രകാരം അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് ശാരീരികവും വൈകാരികവും മാനസികവും സാമൂഹികവുമായ സന്തോഷവും സുഖവുമാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാത്തിൻ്റെയും ശാരീരിക മാനസിക വൈകാരികമായ ഒരു ക്ഷേമം നിലനിർത്തുന്നതിലൂടെ മാത്രമേ ആരോഗ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് എല്ലാ തലങ്ങളിലും നമ്മുടെ ശരീരത്തിൻ്റെയും ആഹാരം, വ്യായാമം, അതുപോലെ സാമൂഹിക ഇടപെടലുകൾ എല്ലാം തന്നെ നല്ല രീതിയിൽ പോയാലേ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആരോഗ്യ ബുദ്ധിമുട്ടുകൾ എന്നതുകൊണ്ട് വരുന്നതിൻ്റെ കാരണം പല രീതിയിലുള്ള അസുഖങ്ങളും ഇന്ന് നമുക്ക് വരുന്നു. അതിലൊരു വലിയ പങ്ക് നമുക്ക് ജനിതക ഘടന, നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ ജീനുകളായിട്ട് കിട്ടിയതാണ്. എന്നാൽ പോലും അതിനെ ഒരു വലിയ അളവ് വരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. എല്ലാത്തിലും പറയുന്നത് പോലെ ആരോഗ്യം അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് അസുഖം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ധാരാളമുണ്ട്. അപ്പം ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഇതൊക്കെ എങ്ങനെ നമുക്ക് തടയാൻ സാധിക്കും? അതായത് ഈ ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായി മരുന്ന് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളമാണ്? ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ഭീകരമായൊരവസ്ഥയിലാണ് നമ്മൾ കേരളീയർ ഇന്ന് നിൽക്കുന്നത്. ആർദ്രം മിഷൻ്റെ ആരോഗ്യ മിഷൻ്റെ ഭാഗമായി നടന്ന ഒരു സ്ക്രീനിങ്ങിൽ ഈ ഒരു 2025 ഫെബ്രുവരിയിൽ തന്നെ കേരള സർക്കാർ പുറത്തുവിട്ട സ്ക്രീനിങ് നടത്തി ഒരു വലിയൊരു സ്ക്രീനിങ് പ്രോഗ്രാം നടത്തി പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 47.3% ജനങ്ങളും, കേരളത്തിലെ ജനങ്ങളും പല വിധത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടിരിക്കുകയാണ്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പ്രധാനമായും നമ്മൾ നോക്കുന്നത് ഒന്ന് ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്, പ്രമേഹ രോഗം, പിന്നെ വരുന്നത് ഹൈപ്പർ ടെൻഷൻ, ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരു അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ സ്റ്റഡി നടത്തിയതിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 9 മുതൽ 18 വയസ്സ് വരെ കുട്ടികളിൽ നടത്തിയിട്ടുള്ള, കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് നടന്നത്, അതിലുള്ള സ്റ്റഡിയുടെ റിസൾട്ട് കാണിക്കുന്നതും ഏകദേശം 23% കുട്ടികളും ഒബിസിറ്റി, പൊണ്ണത്തടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വലിയ ഒരു ആരോഗ്യ പ്രശ്നമാണ്. നമ്മൾ കേരളീയർ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യനിലയിൽ വളരെ മുന്നിലാണ്. നമ്മൾ മെറ്റേണൽ മോർട്ടാലിറ്റി, മാതൃ ആരോഗ്യം, ശിശു ആരോഗ്യം തുടങ്ങി എല്ലാവിധ രീതികളിൽ നമ്മൾ വളരെ ഉയർന്ന സൂചികയിൽ നിൽക്കുകയാണ്. ഇത് ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിനേക്കാളും എത്രയോ മുകളിലാണ്. അത് ഏകദേശം നമ്മൾ വളരെ വികസിത അമേരിക്കൻ സ്റ്റാൻഡേർഡുകളിലോട്ട് തുല്യമായി നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ നിന്നും നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യ നിലയിലേക്കാണ് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു ആരോഗ്യ ദിനത്തിൽ അതിൻ്റെ ഒരു അവബോധമുണ്ടാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ആഹാര കാര്യത്തിലാണെങ്കിലും മറ്റുള്ള രീതികളിലും ഇതിൽ നിന്നും മോചിതരാവാനും നാം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതിൽ വളരെ കുറഞ്ഞ രീതിയിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാം, ENT OPയിൽ, മെഡിക്കൽ കോളേജ് OPയിൽ വരുന്ന ഒരു വലിയ ശതമാനം സ്ത്രീകളാണ് കൂടുതൽ. തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടോടുകൂടി വരുന്നവരുണ്ട്. അത് ആഹാരം കഴിക്കുമ്പോൾ ഞെരിഞ്ഞിറങ്ങി പോകുന്നു, തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു, നൂല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു. ഇതൊക്കെയാണ് ആ ഒരു
ആ ഒരു കംപ്ലയിൻറ്റ്, അത് അസുഖത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ അത് ഏറ്റവും വലിയ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജീവിതശൈലി രോഗമാണ് GERD എന്ന് പറയും, ഗാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. അത് പ്രധാനമായും സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കുന്നത് കൊണ്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് കൊണ്ടും പിന്നെ എരിവ് കൂടുതലായി കഴിക്കുക, രാത്രി വളരെ വൈകി ആഹാരം കഴിക്കുക, സെഡൻഡറി ലൈഫ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ നമ്മളല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ മുന്നിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ ഈ ഒരു സെഡൻഡറി ലൈഫ് കൊണ്ട് തന്നെയാണ് അത് ഒബിസിറ്റിയിലേക്കും പൊണ്ണത്തടിയിലേക്കും അതിൽ നിന്ന് പിന്നെ ഹൃദ്രോഗങ്ങൾ, ഡയബറ്റിസ് മെലിറ്റസ്, പ്രഷർ എല്ലാത്തിലേക്കും അത് മാറിപ്പോകുന്ന ഒരു രീതി കാണാം. അതിൽ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് 19-നും 24-നും ഇടയിലാണ് ബോഡി മാസ് ഇൻഡെക്സ് ഓർ BMI ഒരു നോർമൽ എന്ന് പറയാവുന്നത്. അത് 30-നും 35-ലേക്ക് മാറിക്കഴിയുമ്പോൾ തന്നെ 27% ഉയർന്ന സാധ്യതയാണ് സ്ട്രോക്കിലോട്ടും ഹാർട്ട് അറ്റാക്കിലോട്ടും ഹൃദ്രോഗ രീതികളിലേക്കും പോകാൻ. 30-നും 35-നും ഇടയിലോട്ട് BMI പോകുമ്പോൾ 27% ഉയർച്ചയും, ഇനി 36-നും 40-ലോട്ടും BMI മാറിക്കഴിയുമ്പോൾ ഇത് 27 എന്നുള്ളത് 93% ഇൻക്രീസ് റിസ്ക്, അതായത് സാധ്യത ഹൃദ്രോഗത്തിലേക്കും ഡയബറ്റീസും വരാനുള്ള സാധ്യതയും കൂടുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭയാനകത നമുക്ക് മനസ്സിലാവും. ഇത് ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാം മരണം അല്ല സംഭവിക്കുന്നത്. നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്കെല്ലാം ആരോഗ്യമുണ്ട്. പക്ഷേ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി നമ്മുടെ മോർബിഡിറ്റി എന്ന് പറയും, നമ്മുടെ പ്രവർത്തന രീതികളെയും നമ്മുടെ ദൈനംദിന ജീവിതത്തെയും എല്ലാം ഇത് വളരെ മോശമായി ബാധിക്കുന്നു. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും പ്രാധാന്യം എത്രത്തോളമാണ്? അതായത് നല്ല ഭക്ഷണ രീതി എങ്ങനെയായിരിക്കണം? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതാണ് എന്താണ് നല്ല ഭക്ഷണം. നമ്മൾ ധാരാളം മലയാളികളെല്ലാം തന്നെ ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയറാണ്. നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തെ അപേക്ഷിച്ച് മലയാളികൾ ഹെൽത്ത് സീക്കിംഗ് ആണെന്ന് പറയും. അതായത് ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി, അത് വായിക്കുകയോ ആ രീതിയിൽ അതിൻ്റെ എന്താണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിൽ ചെല്ലുകയും ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാനും സാധിക്കുന്നവരാണ്. നമ്മുടെ ലിറ്ററേച്ചർ എവിഡൻസ് ആണല്ലോ പറയുന്നത്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് വായിക്ക് രുചിയുള്ള ഭക്ഷണമല്ല, മറിച്ച് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലും കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഇതെല്ലാം കൊഴുപ്പ് കുറഞ്ഞ ആഹാരം. അതിൽ തന്നെ പറയുന്നത് സസ്യങ്ങൾ, പ്രോട്ടീൻ കൂടിയ സസ്യങ്ങളാണ് കുറച്ചുകൂടെ നല്ലത്. മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയും, മെഡിറ്ററേനിയൻ ഡയറ്റ് അതാണ് ഏറ്റവും ഹാർട്ടിനും പിന്നെ ഞരമ്പുകൾക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അതാണ്. സസ്യങ്ങളെ തിരഞ്ഞെടുക്കൂ, ഈ സസ്യങ്ങളിൽ തന്നെ ഒരു മഴവില്ലിൻ്റെ നിറങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നുള്ളതാണ്. പല നിറങ്ങളിലുള്ള ആഹാരം, സസ്യാഹാരം, അതായത് ക്യാരറ്റ് വേണം, ക്യാബേജ്, അതിൻ്റെ കൂടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ചീര, പച്ചച്ചീര, ചുമന്ന ചീര, ഇങ്ങനെ ഒരു മഴവില്ലിൻ്റെ നിറങ്ങളുള്ള സസ്യങ്ങൾ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അതിൽ റെഡ് മീറ്റ് കുറയ്ക്കുക. അതും പ്രധാനമായിട്ടും ഈ ബീഫ് എന്നുള്ളതാണ്. റെഡ് മീറ്റിൽ വരുന്നത് ബീഫാണ്. അതുപോലെ പിന്നെ സ്മോക്ക്ഡ്, കുപ്പിയിൽ അടച്ചിട്ടുള്ള ആ രീതിയിലുള്ള മീറ്റ്, ഇറച്ചി വർഗ്ഗം കുറയ്ക്കുക. ഇത്രയാണ് പറയുന്നത്. പ്രോട്ടീൻ കൂടുതലും അതോടൊപ്പം കൊഴുപ്പും അന്നജവും കുറഞ്ഞിട്ടുള്ള ആഹാരം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അത് തന്നെ വീട്ടിൽ വെച്ച് കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഇത് വെളിയിൽ പോയിട്ട് നമ്മൾ ഈ ജങ്ക് ഫുഡ്, ബേക്കറികളിൽ നിന്നും എല്ലാം വാങ്ങുന്ന ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഈ എയറേറ്റഡ് ഡ്രിങ്ക്സ്, കൊക്കക്കോള അതുപോലത്തെയുള്ള എയറേറ്റഡ് ഡ്രിങ്ക്സ് നമ്മൾ വാങ്ങുന്നതെല്ലാം വളരെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിരത്തിലൂടെ നടക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരുപാട് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ബേക്കറികളും ആശുപത്രികളുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇത് രണ്ടിനും തമ്മിലുള്ള ഒരു ലിങ്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ പറ്റുന്നിടത്തോളം വീട്ടിലുള്ള ആഹാരം തന്നെ കഴിക്കുക. അത് തന്നെ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരം, പറഞ്ഞ ഇലക്കറികൾ, അതുപോലെ മുളപ്പിച്ച ധാന്യങ്ങൾ എന്നുള്ളത് കൂടുതലായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. വേറൊന്ന് ചോദിച്ചത് വെള്ളത്തിൻ്റെ കാര്യമാണ്.
വെള്ളവും ഈ പ്രത്യേകിച്ചും ഈ ഒരു ചൂട് സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, ശീതളപാനീയങ്ങൾ, അതുപോലെ ഷാർജ, ഷെയ്ക്കുകൾ അതെല്ലാം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. വെള്ളമാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പം ഒരു ദിവസം തന്നെ ഏകദേശം ഒരു 2-3 ലിറ്റർ വെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. വെള്ളം ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ത്വക്കിൻ്റെ പ്രകാശം കൂട്ടാനും നമുക്കൊരു കൂടുതലായിട്ട് ഒരു പോസിറ്റിവിറ്റി തരാനും ഈ ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് സഹായിക്കും. വ്യായാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഈ വ്യായാമം ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഒരു സമയം നോക്കുകയോ അല്ലെങ്കിൽ ഒരു ജിമ്മിലേക്ക് പോയി കാശ് ചിലവാക്കുക അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഹോബികളുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കാം, കുറച്ചുകൂടി നന്നാക്കിയെടുക്കാം. അതായത് വീട്ടിനകത്ത് ഇപ്പോൾ നമുക്കൊരു കായിക വ്യായാമം അല്ലെങ്കിൽ നടക്കാൻ സ്ഥലമില്ല എന്നുള്ളതെങ്കിൽ ചെറിയ മുറ്റമുണ്ടെങ്കിൽ പോലും അതിനകത്ത് നമുക്കൊരു ചെറിയ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാം. അതിനകത്ത് ഡെയിലി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് ചെറിയ രീതിയിൽ കിളയ്ക്കുകയോ അത് രീതിയിൽ കുത്തിയെടുക്കുകയോ ഒക്കെ ചെയ്യാം. അതും ഒരു മനസ്സിന് ഒരു ഉന്മേഷം തരുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കായിക വ്യായാമമാവുകയും ചെയ്യും. പേര് ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ജോൺ ആണ്. ജോൺ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഒരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. ഹലോ ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ ജോൺ, എന്താണ്? ഞാനൊരു സൈക്കാട്രിക് പേഷ്യന്റ് ആണ്. അപ്പൊ എന്റെ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജീവിതശൈലി അത് പറഞ്ഞു തരാമോ? എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? എത്ര വയസ്സുണ്ട്? എനിക്ക് 37. എത്രയാ? 37. ജോലി ചെയ്യുന്ന ആളാണോ? ജോലി ചെയ്യുന്ന ആളാണ്. അതെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക അസുഖം എന്നുള്ളതിൻ്റെ ഒരു മുദ്ര കുത്തേണ്ട ഒരു ആവശ്യവുമില്ല ജോൺ. ഇത് ജോലി ചെയ്യുന്നു, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈക്യാട്രി എന്നുള്ളൊരു അസുഖം തന്നെ വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വരികയും ഈ ഭൂമിയിലുള്ള നമ്മുടെ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഈ ഭൂമിയുടെ സാക്ഷികളായി ഈ ഭൂമിയിൽ നിന്ന് കർമ്മം ചെയ്ത് തിരിച്ചു പോകേണ്ടവരുമാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കൂടുതൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ, ഒരു ആങ്സൈറ്റി ഇതെല്ലാം കൊണ്ട് നമ്മൾ സൈക്യാട്രി ഒരു മനസ്സിൻ്റെ കൈവിട്ട് പോകുന്നൊരു നിലയിലേക്ക് പോകേണ്ട ഒരു ആവശ്യവും സാധാരണഗതിയിലില്ല. എന്നാലും ഇപ്പോൾ ചോദിച്ചതുകൊണ്ട് ഇതിനകത്ത് ഒരു മാനസിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഏറ്റവും ആവശ്യം നമുക്ക് വ്യായാമം എന്നുള്ളതാണ്. നല്ലൊരു സാമൂഹിക കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ ദിവസവും ഒരു ദിവസം വ്യായാമം ചെയ്തു അല്ലെങ്കിൽ ഒരു മണിക്കൂർ വ്യായാമം ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അതിൽ കാര്യമില്ല. ദിവസവും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു ഹെവി വർക്കൗട്ടൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മിനിമം 4 ദിവസമെങ്കിലും അത് തുടർച്ചയായിട്ട് ചെയ്യാനുള്ള ഒരു മാനസിക കപ്പാസിറ്റി മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ നോക്കുക. നല്ല ആഹാരവും നല്ലൊരു സാമൂഹിക ബന്ധങ്ങളും കെട്ടിപ്പടുക്കുക. അതിലൂടെ ഈ പറഞ്ഞ ഒരു സൈക്യാട്രിക് അസുഖം എന്നുള്ളത് തന്നെ മാറ്റിയെടുക്കാനും അതിൽ നിന്ന് മരുന്നുകളില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കും. ഡോക്ടർ, നമ്മൾ ആഹാര രീതിയെ കുറിച്ചാണ് സംസാരിച്ചത്. അതിപ്പം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുന്നതിൻ്റെ ആവശ്യകത എത്രമാത്രമാണെന്നും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിൽ നടപ്പിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നത് അത് അത്യാവശ്യമല്ലേ? അതായത് ഇപ്പം ടെൻഷൻ, സ്ട്രെസ് ഇത്തരം പ്രശ്നങ്ങൾ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ആരോഗ്യം എന്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി. ശരീരത്തിൻ്റെ രോഗം ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, മറിച്ച് ശാരീരികവും മാനസികവും വൈകാരികവും മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് അതും കൂടെ ആരോഗ്യമാണ്. ഒരു ശരീരത്തിനുള്ള നമ്മുടെ ഒരു കോശങ്ങളെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെ ബാധിക്കാൻ നമ്മുടെ ഒരു മെൻ്റൽ മേക്കപ്പ്, നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഘടന, വൈകാരികമായിട്ടുള്ളൊരു ഘടന വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ ഈവൻ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നല്ല ആഹാരം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് വളരെ ദേഷ്യം, സങ്കടം, ഒരു
എല്ലാം കൂടി ഇരിക്കുന്ന ഒരു സമയത്ത് എത്ര രുചിയുള്ള ആഹാരമാണെങ്കിലും നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ അതിനെ എടുത്ത് എറിഞ്ഞു കളയാനുള്ളൊരു തോന്നൽ വരാം. അപ്പോൾ ഇതാണ്, അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ നന്മയെ നല്ല രീതിയിൽ റിലേറ്റഡ് ആണ്, അത് ബന്ധപ്പെട്ടിരിക്കുന്നു മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യം. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു മാനസികവും വൈകാരികവുമായിട്ടുള്ള ഒരു വെൽബീയിങ് കൂടി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തവണത്തെ WHO വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം തന്നെ ഹെൽത്തി ബിഗിനിങ്സ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ്. അതായത് വളരെ ആരോഗ്യപരമായ തുടക്കവും പ്രതീക്ഷാ നിർഭരമായ ഭാവിയും എന്നുള്ളതാണ്. അത് അമ്മയും കുട്ടിയെയുമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എങ്കിൽ കൂടി ഒരു തീമിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു മാനസികാരോഗ്യം നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രെസ്സ്, അനാവശ്യമായിട്ടുള്ള ഒരു ആങ്സൈറ്റി, അതെല്ലാം തന്നെ ഉറക്കമില്ലായ്മയിലേക്ക് പോകാം. ഉറക്കമില്ലാതെ വരുമ്പോൾ പിന്നെയും നമ്മുടെ ശരീരഘടനയും നമ്മുടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഹാരം, വെള്ളം, വ്യായാമം, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മാനസിക നിലവാരം ഉയർത്തുക കൂടി ചെയ്യണമെന്ന് പറയുന്നത്. അതിനായിട്ടാണ് ഈ ഒരു നല്ല രീതിയിലുള്ളൊരു സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കാനും അതോടൊപ്പം തന്നെ സന്തോഷം വരുന്ന പ്രവർത്തികൾ ചെയ്യുക. മുതിർന്നവർക്കാണെങ്കിൽ അവരുടെ എന്താണ് അവർക്ക് സന്തോഷം വരുന്നത്, അതുപോലെ തന്നെ പുതിയ പുതിയ രീതികൾ, കലകൾ പഠിക്കാനായിട്ട് ഒരു ലൈഫ് ലോങ് ലേണർ ആണല്ലോ ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് നീന്തൽ പഠിക്കുക, അതുപോലെ ഡാൻസ് ചെയ്യാം, ഒരേ രീതിയിലുള്ള ചിന്താഗതികളുള്ളവരുടെ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു സന്തോഷവും ആ സന്തോഷം തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ചുറ്റിലുള്ളവർക്കും പകർത്തി കൊടുക്കുവാനും സാധിക്കും. അല്ലാതെ ഈ മുഴുവൻ സമയവും നമ്മുടെ ഈ ഫോണിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ ഒരു വിപത്ത് അതാണ്. ഫോൺ നോക്കിയിരിക്കുന്നു, അതിലുള്ള പല രീതികളും യൂട്യൂബ് ചാനലുകളാവട്ടെ അതിലെ വേറെ രീതിയിലോട്ട് അതെല്ലാം തന്നെയും ഒന്ന് കഴിഞ്ഞ് ഒന്ന്. പലപ്പോഴും വരുന്ന യൂട്യൂബ് ചാനലുകളിൽ കാണുന്നത് നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലോട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ വീണ്ടും വീണ്ടും ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് നമ്മുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിക്കുകയും ചെയ്യും. ശരി ഡോക്ടർ, വ്യക്തമാണ് ഡോക്ടർ. ഒരു പ്രേക്ഷക നമ്മളോട് ചേരുന്നുണ്ട്. പൊഴിയൂരിൽ നിന്നും ഷീജയാണ്. ഷീജ, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ ചോദിച്ചോളൂ. 48 വയസ്സായി എനിക്ക്. എനിക്ക് 48 വയസ്സായി. 114 കിലോ വെയിറ്റ് ഉണ്ട്. അതിപ്പോ ഒരു കാലെടുത്ത് വെച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. ശ്വാസം മുട്ടലും കൂടെ ഉണ്ട്. മെഡിക്കൽ കോളേജിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, എന്നിട്ട് ഒരു കുറവില്ല ഇപ്പൊ. ഇതിങ്ങനെ ഒരു 114 എന്ന് പറയുമ്പോ ഹൈറ്റ് വെച്ച് നോക്കുമ്പോ പൊണ്ണത്തടിയിലോട്ട് പോയിട്ടുണ്ടോ? ഹൈറ്റ് കുറവാണ്. അതെ. അപ്പൊ ഇത് പെട്ടെന്ന് വന്നതാണോ അതോ വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായി? കാലില് ഒരു രോഗം വന്നു, ഇൻഡസായി. അപ്പൊ ഒരാശുപത്രി പോയപ്പോ അവർ ഈ കാലിന് തലകണ്ണയിൽ വെച്ച് പൊക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ കാലിലെ അസുഖം വന്നതിന് ശേഷമാണ് ഈ തടി വെച്ചത്. ശേഷം വന്നതാണ്. മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ കാണിക്കാം. അവിടെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? മെഡിസിൻ ഓഫീസിലാണ് പോയത്. എൻഡോക്രൈനോളജി വിഭാഗം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും അവിടെ OP നടക്കുന്നുണ്ട്. അപ്പം എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ഒരു OP ടിക്കറ്റ് എടുത്ത് അവിടെ കാണിക്കുകയാണെങ്കിൽ ഇതിന് പല ടെസ്റ്റുകളും, ഇത് പല രീതിയിലുള്ള പൊണ്ണത്തടികളുണ്ട്. ചിലത് കാലിൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ മാറുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടത്തണം. അതിനുശേഷം അതിന് കൃത്യമായിട്ടുള്ള മരുന്നും വ്യായാമങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും എനിക്ക് തോന്നുന്നു മെഡിസിനേക്കാളും കുറച്ചുകൂടെ മെഡിസിൻ ഡോക്ടർമാർ തന്നെയാണ് അത് കഴിഞ്ഞ് എൻഡോക്രൈനോളജി പഠിക്കുന്നത്. എന്നിരുന്നാലും എൻഡോക്രൈനോളജി OPയിൽ കാണിക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ഒരു നല്ലൊരു പരിഹാരം കിട്ടും.
ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എപ്പോഴെല്ലാമാണ് ഡോക്ടറെ കാണേണ്ടത്? അതായത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞാൽ ഇടയ്ക്കിടെ മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണോ? അതുപോലെ തന്നെ ഈ സ്വയം ചികിത്സയുടെ അപകടങ്ങൾ ഗുരുതരമല്ലേ? തീർച്ചയായിട്ടും സ്വയം ചികിത്സ എല്ലാ കാലത്തും അപകടം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ മുകളിൽ ഒരു കൺട്രോൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ തീരെ കിട്ടുന്നില്ല. അതുപോലെയുള്ള വേറെ കുറേ മരുന്നുകൾക്കും ഒരു രീതി വരെ, ഒരു ലിമിറ്റ് വരെ സ്വയം ചികിത്സ തടയാൻ സാധിച്ചുവെങ്കിലും നമ്മൾ ഒരുപാട് കാണുന്ന, എത്ര പറഞ്ഞിട്ടും മാറ്റാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് ഈ സ്വയം ചികിത്സ. പലപ്പോഴും നമ്മൾ ഈ ഒരു സ്വയം എന്തൊക്കെയോ ഒരു സിംറ്റം, എന്തൊക്കെയോ ഒരു ലക്ഷണങ്ങൾ സ്വയം ധരിച്ച് ഈ അസുഖമാവാം എന്ന് വിചാരിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. കാരണം ഈ മരുന്നുകളെല്ലാം ഒരു കണക്കിന് കെമിക്കൽസാണ്. അത് ചിലപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ആവശ്യത്തിനല്ല കഴിക്കുന്നതെങ്കിൽ പലപ്പോഴും അതിൻ്റെ ഒരു നല്ലതിനേക്കാൾ കൂടുതലായിട്ട് മോശമായിട്ടുള്ള അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാം. പിന്നെ എപ്പോൾ ഡോക്ടറെ കാണണം എന്നുള്ളത്, 40 വയസ്സിന് ശേഷം പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്ക്രീനിങ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രക്തത്തിലുള്ള പരിശോധനയും അതുപോലെ തന്നെ അതിൻ്റെ മൂത്രത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ള അറിയാനായിട്ടുള്ള പരിശോധനകളും ചെയ്യേണ്ടതാണ്. സ്ത്രീകളാണെങ്കിൽ 40 വയസ്സിന് ശേഷം സ്തന ആർബുദത്തിൻ്റെ സ്ക്രീനിങ്ങും അതുപോലെ തന്നെ സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങും നടത്തണം. ഇതിന് തീർച്ചയായിട്ടും ഇതെന്തായാലും ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ആ 40 വയസ്സിന് ശേഷം ഈ 2 കാര്യങ്ങളും പുരുഷനായാലും സ്ത്രീ ആയാലും ഇത് രണ്ടും ചെയ്യുക വളരെ അത്യാവശ്യമാണ്. കാരണം ഇതെല്ലാം സ്തനാർബുദമാണെങ്കിലും യൂട്രൈൻ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിലും നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായി ചികിത്സ എടുക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ജെനറ്റിക്കലി ഒരു വളരെ ചെറുപ്പത്തിലെ ഒരു ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഈ രീതിയിലുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ആ പറഞ്ഞ പ്രത്യേക ഇൻ്റർവെല്ലുകളിൽ ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ചികിത്സകളും പരിശോധനകളും തുടർ ചികിത്സകളും നടത്തണം. അല്ലാതെ വെറുതെ നമുക്കിങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നന്നായിട്ടിരിക്കുന്നു, സന്തോഷമായി വീട്ടിലിരിക്കാവുന്ന സമയത്ത് പോലും അയ്യോ എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണ് എന്നുള്ള രീതിയിൽ മനസ്സിനെ പ്രയാസമുണ്ടാക്കി അനാവശ്യമായി വീണ്ടും വീണ്ടും ചെന്ന് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്ടറെ കാണുന്നു, ആ ഡോക്ടർ പരിശോധിച്ച് കുഴപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞാലും മനസ്സിനകത്തുള്ള ആദ്യ കാരണം വീണ്ടും അടുത്തുള്ള ഡോക്ടറെ പോയി കാണുക, അതിനുശേഷം അടുത്ത ഡോക്ടറെ കാണുക. ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അത് നടക്കുന്നൊരു പ്രവണതയായതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമലായിട്ടുള്ള ജീവിതത്തിൻ്റെ ആ ഒരു ശൈലിയെ തന്നെ ബാധിക്കുകയും പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ, നമ്മുടെ ഒരു ചികിത്സാ ചെലവ് പലപ്പോഴും കുടുംബത്തിൻ്റെ ദൈനംദിന ഒരു ബഡ്ജറ്റിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്രയ്ക്കും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹൈ റിസ്ക് ഫെമിലിയലായിട്ട് ഒരു ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമുള്ളവരോ അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷമുള്ളവരോ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആരോഗ്യ സംരക്ഷണത്തോടനുബന്ധിച്ച് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്? ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വളരെ വിപുലമായി, ഇപ്പോഴല്ല വളരെ വർഷങ്ങളായിട്ട് ഈ ഒരു പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 5-6 വർഷങ്ങളായി വളരെയധികം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്, നമ്മുടെ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ചുവട് പിടിച്ച് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതായത് അതിൻ്റെ SDGയുടെ ഭാഗമായി ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മറ്റേണൽ മോർട്ടാലിറ്റി, അമ്മയുടെയും കുഞ്ഞിൻ്റെയും മരണനിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാനുള്ള, കുട്ടിയുടെ തുടർന്നുള്ള ആരോഗ്യം കൂട്ടാനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പിലുണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ NHMൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർദ്രം മിഷൻ പദ്ധതിയാണ്. ഈ ആർദ്രം പദ്ധതിയിൽ വരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രധാനമായും എലിപ്പനി, ലെപ്റ്റോസ്പൈറ, മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസുകളും അതോടൊപ്പം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ. അതിൽ പ്രധാനമായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക്, ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾ, അതുപോലെ ഡയബറ്റിസ്, പ്രമേഹ ബാധിതർ, ഇവർക്കെല്ലാമുള്ള പ്രത്യേക സ്ക്രീനിങ് പരിപാടികളും ചികിത്സയും നടക്കുന്നുണ്ട്.
ആർദ്രം പദ്ധതിയുടെ കീഴിലായിട്ട് വേറൊന്ന് വരുന്നത് ഗവൺമെൻറ് ആശുപത്രികളുടെ നിലവാരം, അവരുടെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബിൽഡിങ്ങുകൾ, അതിനകത്തുള്ള ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതായത് വളരെ എല്ലാ രോഗികൾക്കും ഒരുപോലെ ഉപകരിക്കുന്ന രീതിയിൽ എല്ലാ രീതിയിലുമുള്ള ഒരു പ്രവർത്തനങ്ങൾ, അതുപോലെ പുതിയ ഉപകരണങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് ഗവൺമെൻറ് ആശുപത്രികളെ ഉയർത്തുവാനുള്ള പരിപാടികളും ആർദ്രം മിഷൻ വഴി നടക്കുന്നുണ്ട്. അതിലൊരു വേറൊരു പ്രോഗ്രാം ഉള്ളത് ആരോഗ്യ കിരണം എന്നുള്ളതാണ്. ആരോഗ്യ കിരണം പദ്ധതി വഴി ജനിച്ചപ്പോൾ മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നടന്നു വരുന്നു. വേറൊന്നുള്ളത് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം വഴി തന്നെയും ഈ ഒരു പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അതിൻ്റെ കൂടെ തന്നെ നയനാമൃതം എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതായത് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിസ് പ്രമേഹ രോഗം കണ്ണുകളെ ബാധിക്കുന്നത് നേരത്തെ കാലേക്കൂട്ടി കണ്ടുപിടിക്കാനും ചികിത്സിക്കാനുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ പ്രമേഹം കാലിനെ ബാധിക്കുകയാണെങ്കിൽ പാദസ്പർശം എന്നുള്ള ഒരു പദ്ധതി വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നടക്കുന്നു. അതുപോലെ ഓരോ ഡിസ്ട്രിക്റ്റിലെയും ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന ഡോക്ടർ വ്യക്തമാണ്. സമയപരിമിതി പോലും ഒന്ന് ഇടപെടുകയാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എസ് സുജാതയായിരുന്നു. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.